So welcome students, welcome to Samson's Madeline Academy. നിങ്ങൾക്കറിയാമല്ലോ DHS DME പോലുള്ള എക്സാമുകളിൽ ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കുന്ന ഒരു സെക്ഷനാണ് ഷെഡ്യൂളുകൾ. DNC ആക്ടിലെ റൂൾസിൻ്റെ ഷെഡ്യൂളുകൾ A, B എന്നിവ ഏതൊക്കെയാണെന്ന് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ അത് മാർക്ക് സ്കോർ ചെയ്യാൻ ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. പക്ഷെ നമ്മൾക്കറിയാം അത് ഓർത്ത് വെക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ്. അതായത് വായിച്ചു കഴിഞ്ഞാൽ ഓർമ്മ നിൽക്കും, പക്ഷേ കൺഫ്യൂസിങ് ആണ്. അപ്പോൾ നമുക്കൊരു ട്രിക്കിലൂടെ എങ്ങനെ ഓർത്തെന്ന് വെക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായി DNC ആക്ടിൽ 2 ഷെഡ്യൂളുകളും DNC ആക്ടിലെ റൂളുകൾക്കുള്ള ഷെഡ്യൂളുകളാണ് A, B എന്നിവ പലതായി നമുക്ക് പഠിക്കാവുന്നത്. ആദ്യം DNCയിലെ ഷെഡ്യൂൾ ഏതെന്ന് നോക്കാം. DNC ആക്ട് 1940 2 ഷെഡ്യൂളുകൾ ഉള്ളത്. ഫസ്റ്റ് ഷെഡ്യൂൾ, സെക്കൻഡ് ഷെഡ്യൂൾ, അങ്ങനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഷെഡ്യൂൾ എന്തിൻ്റെയാണ്? നെയിം ഓഫ് ബുക്സ് അണ്ടർ ആയുർവേദിക്, സിദ്ധ, യുനാനി സിസ്റ്റംസ്. ആയുർവേദ, സിദ്ധ, യുനാനി പോലുള്ള സിസ്റ്റമുകളിലെ ബുക്കുകളെ പറ്റിയാണ് ഫസ്റ്റ് ഷെഡ്യൂൾ പ്രതിപാദിക്കുന്നത്. അതിൽ ആയുർവേദിക്കിൽ വരുന്നതാണ് ആരോഗ്യ കൽപദ്രുമ, ആർഗപ്രകാശ. പിന്നെ സിദ്ധ സിസ്റ്റംസിൽ വരുന്നതാണ് വൈദ്യ തിരുട്ട്, തെരയാർ മഹാകരിസൽ. അങ്ങനെ വരുന്ന ആയുർവേദ, സിദ്ധ, യുനാനി സിസ്റ്റത്തിലെ ബുക്കുകളാണ് ഷെഡ്യൂൾ ഫസ്റ്റിൽ വരുന്നത്, DNC റൂളിൽ. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ഷെഡ്യൂളുകളിൽ ആയുർവേദ, സിദ്ധ, യുനാനി സിസ്റ്റത്തിലെ ബുക്കുകളെയാണ് പ്രതിപാദിക്കുന്നത്. നമ്പർ 2, അതായത് ഷെഡ്യൂൾ 2-ൽ വരുന്നത് വേരിയസ് സ്റ്റാൻഡേർഡ് ടു ബി കംപ്ലൈഡ് വിത്ത് ബൈ ഇമ്പോർട്ടഡ് ഡ്രഗ്സ് ആൻഡ് ഡ്രഗ്സ് മാനുഫാക്ചർഡ് ഫോർ സെയിൽ, സോൾഡ്, സ്റ്റോക്ക് ഓർ എക്സിബിറ്റഡ് ഫോർ സെയിൽ ഓർ ഡിസ്ട്രിബ്യൂട്ടഡ്. അതായത് ഇമ്പോർട്ട് ചെയ്യാനും വിൽക്കാനും സ്റ്റോക്ക് ചെയ്യാനുമുള്ള വേരിയസ് സ്റ്റാൻഡേർഡ്സിൻ്റെയാണ് സെക്കൻഡ് ഷെഡ്യൂളിൽ പ്രതിപാദിക്കുന്നത്. സോ DNC ആക്ടിലെ ഷെഡ്യൂളുകൾ 2 ഫസ്റ്റ് ഷെഡ്യൂളിൽ ബുക്കുകൾ സിദ്ധ, ആയുർവേദ, യുനാനി പോലുള്ളതിൽ. പിന്നെ സെക്കൻഡ് ഷെഡ്യൂൾ, അതായത് വേരിയസ് സ്റ്റാൻഡേർഡ് ടു ബി കംപ്ലൈഡ് വിത്ത് ഇമ്പോർട്ടഡ് ഡ്രഗ്സ് ആൻഡ് ബൈ ഡ്രഗ്സ് മാനുഫാക്ചർഡ് ഫോർ സെയിൽ, സോൾഡ്, സ്റ്റോക്ക്ഡ് ഓർ എക്സിബിറ്റഡ് ഫോർ സെയിൽ ഓർ ഡ്രഗ് ഡിസ്ട്രിബ്യൂട്ടഡ്. ദീസ് ആർ ദ ഷെഡ്യൂൾസ് ഇൻ DNC ആക്ട്. ദെൻ DNC റൂളുകളിലെ ഷെഡ്യൂളുകൾ ഏതെന്നാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്കിത് ട്രിക്ക് എന്താണെന്ന് നോക്കാം. ഷെഡ്യൂൾ A ഫോർ അപ്ലൈ. അപ്ലൈ എന്താണ് ചെയ്യുന്നത്? അപ്ലൈ ചെയ്യാനുള്ള ഫോമുകൾ ഓർ ലൈസൻസസ്, അത് അപ്ലൈ ചെയ്യാനുള്ള ഷെഡ്യൂളാണ് ഷെഡ്യൂൾ A. B ഫോർ ബിൽ, ഇത് ചെയ്യാനുള്ള ഫീകൾ വരുന്നതാണ് ഷെഡ്യൂൾ B. ഫീ ഫോർ ടെസ്റ്റ്. ഷെഡ്യൂൾ C, അതിൽ C വരുന്നത് ബയോളജിക്കൽ, റെഫ്രിജറേറ്റഡ്. നോൺ റെഫ്രിജറേറ്റഡ് വരുന്നത് നോ കോൾഡ്. C1 കോൾഡ് ലെസ്. പിന്നെ വരുന്ന ഷെഡ്യൂൾ D, അതായത് ഡോണ്ട് അപ്ലൈ. എക്സെംഷൻസിൽ വരുന്ന ഡ്രഗുകൾ ഏതിന് അപ്ലൈ ചെയ്യേണ്ട, അതാണ് ഷെഡ്യൂൾ D വരുന്നത്. D1 D2 വരുന്നത് ഇമ്പോർട്ട് രജിസ്ട്രേഷനിൽ വരുന്ന ഏതൊക്കെയാണ്, അതാണ് ഷെഡ്യൂൾ D1 D2-ൽ വരുന്നത്. ഷെഡ്യൂൾ E1, ദാറ്റ് ഈസ് എക്സ്ട്രീംലി പോയ്സണസ്. E1 ഫോർ എക്സ്ട്രീംലി പോയ്സണസ് സബ്സ്റ്റൻസ്. ഷെഡ്യൂൾ F ഫോർ ഫ്ലൂയിഡ് എന്താണ്? ബ്ലഡ് ബാങ്ക്. അതായത് ഷെഡ്യൂൾ F ഫോർ ബ്ലഡ് ബാങ്കിൻ്റെ വരുന്നതാണ് ഷെഡ്യൂൾ F. G ഫോർ ഗാർഡ് വിത്ത് കോഷൻ, ദാറ്റ് ഈസ് ഷെഡ്യൂൾ G ഫോർ കോഷൻ ഡ്രഗ്സ്. ദെൻ ഓൾ ഓഫ് യു നോ ഷെഡ്യൂൾ H, അതായത് ഹാൻഡിൽ വിത്ത് പ്രിസ്ക്രിപ്ഷൻ. ഹാൻഡിൽ, ഒരു പ്രിസ്ക്രിപ്ഷനോടുകൂടി മാത്രം ഹാൻഡിൽ ചെയ്യേണ്ട ഡ്രഗ്സ്. ദെൻ H1 ഫോർ റെക്കോർഡ് കീപ്പിംഗ് ഡ്രഗ്സ്. H1 ഹിസ്റ്ററി കീപ്പിംഗ് ഡ്രഗ്സ്, ദാറ്റ് ഈസ് റെക്കോർഡ് കീപ്പിംഗ് ഡ്രഗ്സ്. I ഒമിറ്റ് ചെയ്തതാണ്. പിന്നെ J, അതായത് ഷെഡ്യൂൾ J, ജഡ്ജ് വിത്ത് നോ ക്യൂർ. അതായത് ഡിസീസസ് ഓർ എയിൽമെന്റ്സ് വിത്ത് നോ ക്യൂറിങ് എക്സെംഷൻസ്. അപ്പോൾ ഒരു ക്യൂറും ഇല്ലാത്ത ഡിസീസുകളാണ് ഷെഡ്യൂൾ J എന്ന് പറയുന്നത്. പിന്നെ ഷെഡ്യൂൾ K, അതായത് കൈൻഡ് ഓർ ഫ്രീ, അതായത് എക്സെംപ്റ്റഡ് ഓർ ഓവർ ദ കൗണ്ടർ ഡ്രഗ്സ്. അതായത് ഏതൊക്കെയാണോ എക്സെംഷൻ ഫ്രീ ആയിട്ടുള്ളത് അതാണ് ഷെഡ്യൂൾ Kയിൽ വരുന്നത്. പിന്നെ ഷെഡ്യൂൾ L1, അതായത് L1 വരുന്നത് GLP, ഗുഡ് ലബോറട്ടറി പ്രാക്ടീസസിൽ വരുന്നത്. ഷെഡ്യൂൾ M ഇമ്പോർട്ടൻ്റ് ആണ്, GMP, ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ്. ഷെഡ്യൂൾ N എന്തിനാണ്? നീഡ് എന്തിനാണ്? ഫോർ എ ഫാർമസി സെറ്റപ്പ്, അത് വരുന്നത് ഏതാ? ഷെഡ്യൂൾ N. ഷെഡ്യൂൾ O ഫോർ ഓർഡർ കില്ലിംഗ് വാട്ട്? ഡിസിൻഫെക്റ്റൻസ്. ഷെഡ്യൂൾ P
P for period. P for period. Period of what? Shelf life of drugs. Q. Q color. എങ്ങനെ ഓർക്കാം? Q. Q's use cosmetics, dyes. So Q for cosmetic colors. R for reproduce safe. Reproduce safe. R for reproduce safe. That is contraceptives. S for cosmetics. S for cosmetics. സ്കിന്നിന് യൂസ് ചെയ്യുന്നത് ഏതാ? ക്യൂ ആണെങ്കിൽ കോസ്മെറ്റിക്സ് അല്ല, ക്യൂ ആണെങ്കിൽ ഡൈസ്. ഡൈസ് യൂസ് ചെയ്യുന്നത് ക്യൂനാണ്. എസ് ഫോർ സ്കിൻ. സ്കിൻ ആണെങ്കിൽ കോസ്മെറ്റിക്സ്. ക്യൂ ഫോർ കോസ്മെറ്റിക് കളേഴ്സ്. എസ് ഫോർ കോസ്മെറ്റിക്സ്. ടി ഫോർ ട്രഡീഷൻ ആയുർവേദിക് GMP. ടി ഫോർ ട്രഡീഷൻ ട്രഡീഷണൽ ആയുർവേദിക് GMP ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ്. യു ഫോർ അപ്ഡേറ്റ്. അപ്ഡേറ്റ് ഓഫ് റെക്കോർഡ്സ് ആണ് ഷെഡ്യൂൾ യുവിൽ വരുന്നത്. പിന്നെ ഷെഡ്യൂൾ വി അതായത് പ്രൊപ്രൈറ്ററി പാറ്റന്റ് മെഡിസിൻസ് ആണ് വിയിൽ വരുന്നത്. ഷെഡ്യൂൾ ഡബ്ല്യു അതായത് ജനറിക് ഡ്രഗ്സ് ആണ് ഡബ്ല്യുവിൽ വരുന്നത്. റൈറ്റ് ജനറിക്. ഷെഡ്യൂൾ എക്സ് അറിയാമല്ലോ, നാർക്കോട്ടിക് സൈക്കോട്രോപിക് ഡ്രഗ്സ് ആണ്. പിന്നെ ഷെഡ്യൂൾ വൈ ദാറ്റ് ഈസ് ക്ലിനിക്കൽ ട്രയൽസ്. ഷെഡ്യൂൾ വൈ ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ക്ലിനിക്കൽ ട്രയൽസ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഷെഡ്യൂൾ എ പ്രിസ്ക്രൈബ് ഫോംസ്. 50 ഫോംസ് അറൗണ്ട് ഉണ്ട്. ലൈസൻസസ്, പെർമിറ്റുകൾ, സർട്ടിഫിക്കറ്റുകൾ പോലെയുള്ള പ്രിസ്ക്രൈബ്ഡ് ഫോംസ് വരുന്നതാണ് ഷെഡ്യൂൾ എ. ഷെഡ്യൂൾ ബി ഫീസ്. CDL, ഗവൺമെൻറ് അനലിസ്റ്റ് പോലെയുള്ള ടെസ്റ്റിംഗ് ലാബ് അനാലിസിസ് ചാർജസ് വരുന്നതാണ് ഏത്? ബി ഫോർ ബിൽ. ഫീസ് ഫോർ ദ ടെസ്റ്റിംഗ്. പിന്നെ B1 ഫീസ് ഫോർ PLIM. അതായത് ഇത് ഗവൺമെന്റിൻ്റെതായ ലാബിലേക്ക് അയക്കുമ്പോൾ ടെസ്റ്റ് ചെയ്യാനുള്ള ഫീസാണ് B1 കാറ്റഗറിയിൽ വരുന്നത്. പിന്നെ ഷെഡ്യൂൾ സി അതായത് ബയോളജിക്സ് വിത്ത് പാരൻട്രൽ. പാരൻട്രൽ ആണെങ്കിൽ അതായത് സെറ, വാക്സിൻ, ഇൻസുലിൻ പോലുള്ള ആന്റിജൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഏതാണ്? ബയോളജിക്കൽസ്. പാരൻട്രൽ സി. C1 ആണെങ്കിൽ ബയോളജിക്കൽ, നോൺ പാരൻട്രൽ. C1 ആണെങ്കിൽ നോൺ പാരൻട്രൽ. ഡിജിറ്റാലിസ്, വൈറ്റമിൻസ്, ഹോർമോൺസ് ഒക്കെ വരും. ഷെഡ്യൂൾ ഡി ഇമ്പോർട്ട് എക്സെപ്ഷൻസ്. ഇമ്പോർട്ട് എക്സെപ്ഷൻസ് ഏതൊക്കെയാണ് എക്സെപ്റ്റഡ്? മിൽക്ക് പ്രൊഡക്ട്സ്, സ്പൈസസ്, ഡ്രഗ്സ് ഫോർ എക്സ്പോർട്ട് എന്നിവ. D1 അതായത് രജിസ്ട്രേഷൻ, സർട്ടിഫിക്കറ്റ്, ഡാറ്റ. മാനുഫാക്ചറിങ് അതായത് മാനുഫാക്ചർ ചെയ്യുന്നവർക്ക് ഏതൊക്കെ ഡാറ്റയാണ് രജിസ്ട്രേഷനായിട്ട് ആവശ്യമുള്ളതെന്ന് വെക്കുന്നത്. D2 ഇമ്പോർട്ട് രജിസ്ട്രേഷൻ ഡാറ്റ. ഇമ്പോർട്ട് രജിസ്ട്രേഷന് വേണ്ട ഡാറ്റ സൂക്ഷിക്കുന്നത്. ബൾക്ക് ഡ്രഗ്സ് ഓർ ഫോർമുലേഷൻ്റെ. ഷെഡ്യൂൾ ഇ വിച്ച് ഈസ് ഒമിറ്റഡ് ബട്ട് E1 ഈ പഠിച്ചു. എക്സ്ട്രീംലി പോയ്സണസ് ദാറ്റ് ഈസ് പോയ്സണസ്. ആയുർവേദ ഓർ യുനാനിയിലെ പോയ്സണസ് സബ്സ്റ്റൻസസ്. ബാങ്, ദറ്റ്യൂറ, മെർക്കുറി, ആർസനിക് പോലുള്ളത്. ഷെഡ്യൂൾ എഫ് ഫ്ലൂയിഡിൻ്റെ. ബ്ലഡ് ബാങ്കിൽ വരുന്ന സ്റ്റാൻഡേർഡ്സ്, സ്റ്റോറേജ്, കളക്ഷൻ റിക്വയർമെൻറ്റ്സ്. ഷെഡ്യൂൾ എഫ്. F1 വാക്സിൻസ് ആൻഡ് സെറ. F1 വാക്സിൻസ് ആൻഡ് സെറ. F2 സർജിക്കൽ ഡ്രസ്സിങ്സ്. F1 വാക്സിൻസ് ആൻഡ് സെറ. വാക്സിൻസും സെറയൊക്കെ ഒരു 1 പോലെയല്ലേ സിറിഞ്ച് ഉണ്ടാവുക. അപ്പം F1 വാക്സിൻസ് ആൻഡ് സെറ. F2 സർജിക്കൽ ഡ്രസ്സിങ്സ്. സർജിക്കൽ ഡ്രസ്സിങ്സ് ആണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഇഞ്ചക്ഷൻ എടുത്തു F1. F2 എന്താ? സർജിക്കൽ ഡ്രസ്സിങ്സ് അതായത് ഇഞ്ചക്ഷൻ എടുത്തിട്ട് അവിടെ പിന്നെ ഡ്രസ്സിങ്സ് ചെയ്യുക. F2 സർജിക്കൽ ഡ്രസ്സിങ്സ്, ഗോസ് ഓർ ബാൻഡേജസ്. F3 umbilical tapes whatever. അപ്പോൾ F3 ഓർത്ത് വയ്ക്കാൻ UM. M3 തിരിച്ചിട്ട പോലെ അല്ലേ. അപ്പം F3 വരുന്നത് umbilical tapes or sterile tapes. FF ophthalmic. FF ophthalmic preparations വരുന്നതാണ് ഷെഡ്യൂൾ FF. eye drops, ointments within 1 month. ഷെഡ്യൂൾ G guard drugs. കോഷൻ വെച്ച് യൂസ് ചെയ്യേണ്ട ഡ്രഗ്സ്. ലേബൽ അണ്ടർ മെഡിക്കൽ സൂപ്പർവിഷൻ. ഷെഡ്യൂൾ എച്ച് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് മാത്രം ഉപയോഗിക്കേണ്ട ഡ്രഗ്. RX ലേബൽ സോൾഡ് ഓൺലി ഓൺ പ്രിസ്ക്രിപ്ഷൻ വെച്ച് മാത്രമേ ഉപയോഗിക്കാവൂ. ഷെഡ്യൂൾ H1 സ്പെഷ്യൽ ഡ്രഗ്സ്, സ്ട്രിക്റ്റ് കൺട്രോളോടി യൂസ് ചെയ്യേണ്ട മാത്രം ഡ്രഗ്സിനാണ് ഷെഡ്യൂൾ H1 പറയുന്നത്. ആൻറ്റിബയോട്ടിക്സ്, TB, റെക്കോർഡ് കീപ്പിംഗ് ഡ്രഗ്സ് അതൊക്കെയാണ് അതിൽ വരുന്നത്. പിന്നെ വരുന്നത് ഷെഡ്യൂൾ I വിച്ച് ഈസ് ഓൾസോ ഒമിറ്റഡ്. ദെൻ ഷെഡ്യൂൾ J ഡിസീസസ് നോട്ട് ടു ക്ലെയിം ക്യൂർ
ക്ലെയിം ചെയ്യാൻ പറ്റാത്ത ഡിസീസസ്. ജഡ്ജ് നോ ക്യുവർ, ക്യുവർ ഇല്ലാത്ത ഡിസീസ് ഏതൊക്കെ? ക്യാൻസർ, എയ്ഡ്സ്, ഡയബറ്റീസ്, ഒബേസിറ്റി പോലുള്ളത്. ഷെഡ്യൂൾ കെ വിച്ച് ഈസ് ഓൾസോ എക്സംപ്റ്റഡ് ഡ്രഗ്സ്. ഷെഡ്യൂൾ കെ എക്സംപ്റ്റഡ് ഡ്രഗ്സ്. OTC ഡ്രഗ്സ്, ഹോസ്പിറ്റൽ സപ്ലൈ, അതായത് എക്സംപ്റ്റഡ് ആയിട്ടുള്ളത്, ഇതിൽ പെടാത്ത ഡ്രഗ്സ്. പിന്നെ ഷെഡ്യൂൾ എൽ വിച്ച് ഈസ് ഓൾസോ ഒമിറ്റഡ്. പിന്നെ വരുന്നത് L1 ദാറ്റ് ഈസ് GLP ഗുഡ് ലബോറട്ടറി പ്രാക്ടീസസ്, ഒരു ലാബിൽ എന്തൊക്കെ റിക്വയർമെന്റ് വേണം എന്നുള്ളത്. ഷെഡ്യൂൾ എം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നതുമാണ്. GMPയിലെ ഷെഡ്യൂൾ എം, അതിൽ മാനുഫാക്ചറിങ് സ്റ്റാൻഡേർഡ്സ്, ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസിൽ എന്തൊക്കെ വേണം എന്നുള്ളതാണ് നോക്കുന്നത്. 1A സ്റ്റെറൈൽ പ്രൊഡക്ട്സിൻ്റെ, 1B ഓറൽ സോളിഡ് ഡോസേജ് ഫോമിൻ്റെ, 1C ഓറൽ ലിക്വിഡിൻ്റെ, 1D ടോപ്പിക്കൽ പ്രൊഡക്ട്സിൻ്റെ, 1E മീറ്റർ ഡോസ് ഇൻഹേലേഴ്സ്, 1F API. എടുത്ത് ചോദിച്ചാൽ ഈ ഓരോ സെക്ഷൻസ് 1A, 1B, 1C, 1D അങ്ങനെ ഏതിൻ്റെയാണെന്ന് ഷെഡ്യൂൾ എമ്മിൻ്റെ ഓരോ സെക്ഷൻസ്, ഓരോ പ്രൊഡക്ട്സിന് ഏത് സെക്ഷനാണ് വരുന്നതെന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ചോദിക്കാവുന്നത് M1, M2, M3. നമ്മൾ ആദ്യം ഒരു 1, 2, 3 പഠിച്ചത് എവിടെ? F1, F2, F3 സ്റ്റെറൈൽ വാക്സിൻസ് ആൻഡ് സർജിക്കൽ റെസിൻസ്. പിന്നെ F3 ഏതാ? അംബ്ലിക്കൽ ടേപ്സ്. അപ്പോൾ നമുക്ക് ഇതേപോലെ M1 നോക്കാം. M1 എന്ന് പറയുന്നത് GMP ഇൻ ഹോമിയോപ്പതി. M2 എന്താ? GMP ഇൻ കോസ്മെറ്റിക്സ്. M3 എന്താ? GMP ഇൻ മെഡിക്കൽ ഡിവൈസസ്. അങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം. M1 ആദ്യം ഹോമിയോ ഡോക്ടറുടെ അടുത്ത് പോയി, എന്നിട്ട് പിന്നെ ബ്യൂട്ടി പാർലറിൽ പോയി, എന്നിട്ട് നമ്മൾ നേരെ ഇവിടെ വന്നു മെഡിക്കൽ ഡിവൈസസ് ചെക്ക് ചെയ്യാൻ വന്നു. ആദ്യം ഇവിടെ പോയ ഹോമിയോ ഡോക്ടറുടെ അടുത്ത് പോയി, പിന്നെ ഇവിടെ വന്നു ബ്യൂട്ടി പാർലർ കോസ്മെറ്റിക്സിൽ പോയി, എന്നിട്ട് ഇതെല്ലാം ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ മെഡിക്കൽ ഡിവൈസസിൻ്റെ അവിടെ പോയി ചെക്ക് ചെയ്യാൻ. ഇതിൻ്റെയൊക്കെ എന്താണ്? ഫാക്ടറി റിക്വയർമെൻറ്റ്സ്, ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ്, GMP ഫോർ ഹോമിയോപ്പതി, കോസ്മെറ്റിക്സ് ആൻഡ് മെഡിക്കൽ ഡിവൈസസ്. M1, M2, M3. Then Schedule N, pharmacy requirement, need. N, Schedule N, what is the need for a pharmacy setup? Pharmacy requirements, minimum equipment, അതെന്തൊക്കെയാണോ? Schedule N. Schedule O, odor killing, disinfectants. അതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്ലൂയിഡ്സ് ആണ് വരുന്നത്, അതിൻ്റെ കാറ്റഗറിയാണ് ഷെഡ്യൂൾ N ഓയിൽ പ്രതിപാദിക്കുന്നത്. ഷെഡ്യൂൾ P, ഷെൽഫ് ലൈഫ്, പീരിയഡ് ഓഫ് ഡ്രഗ്സ്, ദാറ്റ് ഈസ് ദ ഷെൽഫ് ലൈഫ്, എക്സ്പയറി പീരീഡ് ഓഫ് ഡ്രഗ്സ്. ഷെഡ്യൂൾ P1, പീരീഡ് ആണെങ്കിൽ P1 എന്താ? പാക്ക് സൈസ്. 2 പീരീഡ് ആണുള്ളത്, 2 P ആണുള്ളത്, ഒന്ന് പാക്ക് സൈസ്, ഒന്ന് പീരീഡും. ഫസ്റ്റ് P വരുന്നതാണ് പാക്ക് ലൈഫ് പീരീഡ് അല്ലെങ്കിൽ ഷെൽഫ് ലൈഫ്. P1 എന്ന് പറയുന്നത് പാക്ക് സൈസ് ആണ്, അതായത് 60 ml ആണോ 100 ml ആണോ ഈ പാക്കറ്റിൻ്റെ പാക്ക് സൈസ്, ഡ്രഗിൻ്റെ കണ്ടെയ്നറിൻ്റെ പാക്ക് സൈസ് വരുന്നതാണ് ഷെഡ്യൂൾ P1. ഷെഡ്യൂൾ ക്യൂന് എന്തിൻ്റെയാ? കോസ്മെറ്റിക് ഡൈസ്, കോസ്മെറ്റിക് കളേഴ്സ്, പെർമിറ്റഡ് ഡൈസ് ഓർ പിഗ്മെൻറ്റ്സ്. ദെൻ ഷെഡ്യൂൾ R, റീപ്രൊഡക്ഷൻ്റെ കാര്യം പറഞ്ഞത് ഏതാ? ഷെഡ്യൂൾ R, ദാറ്റ് ഈസ് കോൺട്രാസെപ്റ്റീവ്സ്, കോണ്ടം, CUT പോലുള്ള കോൺട്രാസെപ്റ്റീവ്സ് ആണ് ഷെഡ്യൂളിൽ R വരുന്നത്. R1, ദാറ്റ് ഈസ് ഓൾസോ മെഡിക്കൽ ഡിവൈസസ്, സിറിഞ്ചസ്, നീഡിൽസ് പോലുള്ളവ. ഷെഡ്യൂൾ S, സ്കിന്നിൻ്റെ കോസ്മെറ്റിക് സ്റ്റാൻഡേർഡ്സ്. ഷെഡ്യൂൾ S, കോസ്മെറ്റിക് സ്റ്റാൻഡേർഡ്സ്. സ്കിന്നിന് വേണ്ടത് എന്താ? സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കോസ്മെറ്റിക്സാ. S, സ്കിന്നിന് വേണ്ടത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കോസ്മെറ്റിക്സ്. പിന്നെ അവസാനം വൈൻഡപ്പ് ചെയ്യാനുള്ളത് ഷെഡ്യൂൾ T ഫോർ ട്രഡീഷൻ, ദാറ്റ് ഈസ് GMP ഓഫ് ആയുർവേദ, യുനാനി പോലുള്ളത്. ഹോമിയോൻ്റെ നമ്മൾ ഡിസ്കസ് ചെയ്തു, M1 വരുന്നതാ. അപ്പോൾ ബാക്കി 2 ഉണ്ടല്ലോ, ആയുർവേദിക്, യുനാനി. ആയുർവേദ, യുനാനി പോലുള്ളത് ഷെഡ്യൂൾ T വരും, ദാറ്റ് ഈസ് ട്രഡീഷണൽ മെഡിസിൻസിൻ്റെ GMP. ദെൻ ഷെഡ്യൂൾ U, മാനുഫാക്ചറിങ് റെക്കോർഡ്സ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഈ മാനുഫാക്ചർ ചെയ്ത ഓരോന്നിൻ്റെ ഡ്രഗ്സിൻ്റെ റെക്കോർഡ് അപ്ഡേറ്റ് ചെയ്തത് സൂക്ഷിക്കേണ്ടത് ഏതാ? യു ഷുഡ് ബി റെസ്പോൺസിബിൾ ഫോർ കീപ്പിംഗ് ദ റെക്കോർഡ്സ്, മാനുഫാക്ചറർ റെക്കോർഡ്സ്. ഷെഡ്യൂൾ U1, റെക്കോർഡ്സ് ഓഫ് കോസ്മെറ്റിക്സ്. ഡ്രഗ്സിൻ്റെ ആണ് ഏത്? U1 ഏതാ?
കോസ്മെറ്റിക്സിൻ്റെ റെക്കോർഡ്സ് കീപ് ഫോർ 3 years. ഡ്രഗ്സിൻ്റെ ആണെങ്കിൽ എത്ര കൊല്ലം വെക്കും? കീപ് ഫോർ 5 years. റെക്കോർഡ്സ് ഓഫ് കോസ്മെറ്റിക്സ് ആണെങ്കിൽ കീപ് ഫോർ 3 years. ദെൻ ഷെഡ്യൂൾ വി, ദാറ്റ് ഈസ് പേറ്റന്റ് ഓർ പ്രൊപ്രൈറ്ററി ഡ്രഗ്സ്. അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് ആണ് വരുന്നത് ഏത്? ഷെഡ്യൂൾ വി. പിന്നെ വരുന്ന ഷെഡ്യൂൾ ഡബ്ല്യു, ദാറ്റ് ഈസ് ജനറിക് ഡ്രഗ്സ് ഓൺലി, ആസ്പിരിൻ, ക്ലോർപ്രോമസിൻ പോലുള്ള ഡ്രഗ്സ്. ഷെഡ്യൂൾ എച്ച്, ദാറ്റ് ഈസ് നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് ഡ്രഗ്സ്, ദാറ്റ് ഈസ് ലേബൽ under strict control. Schedule X, that is narcotic and psychotropic drugs. Schedule Y, that is why we all do this drug testing, that is the clinical trial. Schedule Y, clinical trial and new drugs. Various phases and approval of clinical trial is included in Schedule Y. Then Schedule Y1 is CRO and compensation, that is for a clinical study. If something happens, the compensation and ട്രയൽ ഇഞ്ചുറി ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഷെഡ്യൂൾ Y1. അപ്പം ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓരോന്നാണ്. പക്ഷേ ജനറലായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഓർത്തിരിക്കുക എന്നുള്ളത് ഈ ഒരു ഇത് വെച്ചിട്ട് അതായത് റഫ്ലി ഒരു മേജർ ക്ലാസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോന്ന് ഇപ്പോൾ D1, D2, M1, M2, L1, L2 എങ്ങനെയാണെന്നുള്ളത് ഈ ഒരു ടേബിളിൽ നിന്ന് നിങ്ങൾ ഓർത്ത് വെക്കാവുന്നതാണ്. അപ്പം ഇത് വെച്ചിട്ട് ഒരു ഐഡിയ കിട്ടും എവിടെ ഏതാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പം ഇത് ഒരു ഹൈ ഈൽഡിങ് ടോപ്പിക്കാണ്. ഇത് ക്ലിയർ ചെയ്താൽ തന്നെ ഒരു 2-3 ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാവുന്നതാണ്. അപ്പം എന്തായാലും ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻ. താങ്ക് യു.